പിന്നെ അല്ലെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരും, അതിന് അറിയത്തില്ല. ഇപ്പൊ കുട്ടിയായി തിരക്കായി, 7 വർഷമായി, 7 വർഷം കംപ്ലീറ്റ് ആയി. അപ്പൊ 2 കുട്ടികളുമായി. ഒന്നിച്ചുണ്ടാവില്ല എന്നല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അവള് കരയുന്നെല്ലാം കണ്ടപ്പോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീൽ ആയിന്. ഹലോ ഗായ്സ്, സ്കൂളിലെ ഓണാഘോഷ പരിപാടി എന്നും പറഞ്ഞിട്ട് മുണ്ടും കുർത്തിയെല്ലാം ഇട്ടിട്ട് പോയതാട്ടോ ആൻറ്റി. ഏത് കോലത്തല്ല തിരിച്ച് വരുന്നതെന്ന് അറിയില്ല. ബാഗിൽ നമ്മളൊരു ബനിയനും ഒരു ട്രൗസറെല്ലാം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഓനാടെ പോയാൽ ഏത് കോലത്തിൽ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന ടൈം കഴിഞ്ഞിട്ട് ഏകദേശം 10 മിനിറ്റായി, കാണുന്നില്ല. നമ്മൾ രണ്ടാളിതാ നോക്കി നിൽക്കുന്നിടാ. അങ്ങനെ അൻവീൻ്റെ വണ്ടി ഇതാ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏടാ മുണ്ടി തന്നെയുള്ള മുണ്ടല നല്ല കോലത്തിലായല്ലോ. ഗുസ്തി ഉണ്ടേനോ? ഇതെന്താ മുണ്ടല്ലിങ്ങനെ? എന്നാ അങ്ങനെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഞാനും കൂടി സ്വാഗതം പറയട്ടെ. എന്നും കൂടി സ്വാഗതം പറയാൻ വിടുവോ? നീ എപ്പെങ്കിലും ഇരിക്കാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗായ്സ്. അതേതാ പുതിയൊരു വാക്കല്ലോ, ഹലോ ഗൈസാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ അടിപൊളി ഒരു സ്വാഗതം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ആനിവേഴ്സറി സെലിബ്രേഷൻ വീഡിയോ ആണ്. നമ്മളെ അല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെ സെലിബ്രേഷൻ ആകാൻ കുറച്ച് ദിവസം കൂടി ഉണ്ട് അല്ലേ മീ? ഇവന്റെ ആനിവേഴ്സറി അല്ലാന്ന് ഇവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ പെട്ട പാട്. അമ്മി കല്യാണം കഴിയൂലേ നമ്മളെ? കേക്ക്, അച്ഛൻ്റെ അമ്മേനെ കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞതിൻ്റെ ആനിവേഴ്സറിയാണ് ഇത് കേട്ടാ. കൊല്ലം കഴിഞ്ഞിട്ടാമോ അതാണ് ആനിവേഴ്സറി. അമ്മീൻ്റെ ആനിവേഴ്സറി ആകാൻ ഇനി കുറേ കാലം കഴിയണം. അമ്മീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആനിവേഴ്സറി ആക്കാൻ, മനസ്സിലായാ? ആ, ഇത് എൻ്റെ ആനിവേഴ്സറി അല്ല എന്ന് പറഞ്ഞിട്ട് പാവം ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്. എൻ്റെ മോന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കല്യാണം കഴിയാൻ പ്രായമായില്ല, അതുകൊണ്ടല്ലേ. അപ്പോൾ രണ്ടാള് 2 വഴിക്കായിട്ടുള്ള അടുത്ത ആനിവേഴ്സറി. ഇപ്പോൾ 7ാമത്തെ ആനിവേഴ്സറി 2017 അല്ലേ? 2017 സെപ്റ്റംബർ 13 ആ മഹാസംഭവം നടന്നത്. അങ്ങനെ നടന്ന് ഇപ്പോൾ 7ാമത്തെ കൊല്ലമായി. 2024 സെപ്റ്റംബർ 13 7 വർഷം തികയാണ്. അങ്ങനെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. പക്ഷേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ 2 ആൾ ഓടുത്തു എന്ന് നോക്കുന്നുണ്ടാവും. എൻ്റെ 2 സൈഡിലും ആൾക്കാരില്ല, അവർ 2 ആളും ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. പക്ഷേ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ വീഡിയോ ആണ് ഇത്. പക്ഷേങ്കിൽ അവർക്ക് 2 ആൾക്കും വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ നടുക്കുണ്ട്. പക്ഷെ അയാളെ ആനിവേഴ്സറി അല്ല എന്ന് പറഞ്ഞിട്ട് ഇടുന്ന ഒച്ചപ്പാട് എന്നാ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ കൊണ്ടാകുന്ന പോലെ ഏട്ടൻ്റെ സ്ഥലത്ത് നിന്ന് എന്തോ പറഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏട്ടത്തിൻ്റെ എടുക്കുന്നു 2 ആൾ 2 വഴിക്ക് നിന്നിട്ട് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് 2 വഴിക്ക് നിന്നിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ നമ്മളെടുക്ക് അയച്ചു തരുന്നത്. നമ്മളത് 2ഉം കൂടി ഒന്നിച്ചാക്കിയിട്ട് മൊത്തത്തിലൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങ് പുറത്തേക്ക് വിടുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്യാനും തോന്നുന്നല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സംഗീതേട്ടൻ അങ്ങനെ ഇതേപോലെ ഒരു വീഡിയോ ആക്കിയിട്ട് അയച്ചു തന്നിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുത്ത ആൾ കരഞ്ഞ് എന്നാ പറയണ്ട, അങ്ങനത്തെ അവസ്ഥയിലായി പോയിന്. ഇപ്രാവശ്യം ആദ്യം മുൻകൂർ ജാമ്യം എടുത്തിന് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ കരുവില്ലാന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം ഇപ്രാവശ്യം വേറെ അങ്ങനത്തെ സർപ്രൈസ് വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട് കരച്ചിലില്ല. നമുക്കിപ്പോൾ കേക്ക് മുറിക്കണം, അതാണ് മെയിൻ. അവർ 2 ആൾ കൂടിയില്ല, 2 ആളും ഇത് നോക്കി കണ്ടോണ്ട് നിന്നാൽ മതി. അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ കേക്ക് നമ്മൾ മുറിച്ചിട്ട് നമ്മൾ തിന്നുന്നതായിരിക്കും. നമ്മളെല്ലാം മുറിക്കുന്നത് അൻവിയാണ് മുറിക്കുന്നത്. അൻവി മുറിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിന്നു അല്ലേ അമ്മീ? തരുവാ? ആ തരൂന്നാ പറയുന്നത്. അപ്പോൾ തരൂലെന്നാ എന്നാ തരാത്തെ? ചെറിയ കഷ്ണം തരണേ, ആർക്കും കൊടുക്കൂല, അമ്മ ഒറ്റക്ക. അങ്ങനെ അൻവി അതുപോലും തരൂലെന്നാ പറയുന്നത്. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ ആനിവേഴ്സറി നിങ്ങൾ കേക്ക് തിന്നണ്ടെന്നാ പറയുന്നത്. വെഡിങ് ആനിവേഴ്സറി. സംഗീത് രേഷ്മ ദമ്പതികൾക്ക് 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുകയാണ്. കേക്ക് മുറിയിലേക്ക് കടക്കുകയാണ്. ഒരു സെക്കൻഡ്, ഞാനിന്ന് പറഞ്ഞു തീർക്കട്ടെ. ഔപചാരികമായിട്ട് പറഞ്ഞു തീർത്തിട്ട് പോരെ. അങ്ങനെ 7ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളിവിടെ കേക്ക് മുറിച്ച്, വലിയ ആഘോഷം എന്ന് പറയാനൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു കേക്ക് മുറി മാത്രമേ. നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചതാണ്. സംഗീതത്തിന് ഇവിടെ ഉണ്ടാവും അന്ന്, പക്ഷേ അവൻ്റെ ലീവ് ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ നോക്കുമ്പോൾ ആരും ഇടിയില്ല. പക്ഷെ എന്നാലും
നീ വിചാരിച്ചേനോ എന്ത് ചെയ്യാനാ അമ്മീ നമ്മൾ. ആ പക്ഷേ രണ്ടാളെയും നമ്മൾ വീഡിയോയിലൂടെ ഒന്നിപ്പിക്കുന്നതാണ്. ഒറ്റ വീഡിയോയിലൂടെ രണ്ടാളെയും നമ്മൾ ഒന്നിപ്പിച്ച് ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ തിരിച്ചെത്തി. ഇവിടുന്ന് വീഡിയോയിൽ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ ആകെ ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി വന്ന് കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണ് ഉള്ളത്. നിങ്ങളോട് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ മെയിനായിട്ട് കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി അടുത്ത പ്രാവശ്യം എന്തായാലും ഒന്നിച്ചുണ്ടാവും. അതൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്രാവശ്യം ഇല്ലയെന്ന് തന്നെ പറയണം. വേറെ നിങ്ങളില്ല ഇപ്രാവശ്യം. പക്ഷേ ഞാൻ വന്നില്ല. ഞാൻ ഇപ്രാവശ്യത്തെ ലീവ് വന്നതെന്ന് വെച്ചാൽ ഡെലിവറി അതിന് കണക്കായിട്ട് വന്നതാണ്. അല്ലേ ഞാൻ ഇപ്പോഴാണ് എന്തായാലും ഒന്നിച്ചുണ്ടാവണം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്തവണയും വരാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് തന്നെ ഡെലിവറി ബന്ധപ്പെട്ടിട്ട് നേരത്തെ വരേണ്ടി വന്നു. പക്ഷേ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് അവൻ്റെ പേരുവിളിയും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് നടത്താൻ പറ്റി. അത് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും അങ്ങനെ തന്നെ. അവളും ഹാപ്പിയാണ്. ഇത്തവണ പിന്നെ അവളെ വീട്ടിലാണ്. അതുകൊണ്ട് പിന്നെ ഇത്തവണ അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളെക്കാളും കൂടുതൽ നിങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓർമ്മിച്ചിട്ടുണ്ടായിനി. കാരണം കുറച്ച് മുന്നത്തെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി ഒന്നിച്ചുണ്ടാവില്ല എന്നല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അവൾ കരയുന്നെല്ലാം കണ്ടപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീലായിന്. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവൾ ഓക്കെയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും വിഷസ് കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട്. അയച്ചവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നവരിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക്സ്. വേറെ കൂടുതലായിട്ട് പറയാനില്ല, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങളോടൊന്ന് അറിയിക്കാൻ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് സാഹചര്യം അയച്ചു കൊടുക്കുന്നത് കേട്ടോ. അവളോട് ഒരു വീഡിയോ ആക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ടാളും രണ്ട് സ്ഥലത്ത്, പിന്നെ എല്ലാം മൊത്തത്തിൽ എല്ലാവരും എല്ലാ സ്ഥലത്തും പല പല സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇത്തവണ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ എല്ലാവരോടും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ വെഡിങ് ആനിവേഴ്സറി സംഗീതത്തിന് അവിടെ നിന്ന് വീഡിയോ എടുത്ത് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും എൻ്റെ രീതിയിലും കൂടി പറയാമല്ലോ വീഡിയോൻ്റെ അടുത്ത്. പിന്നെ അന്നത്തെ പോലെ കരയൊന്നുമില്ല കേട്ടാ. അന്ന് പിന്നെ സംഗീതയുടെ വീഡിയോ കാണിച്ച് കരയിപ്പിച്ചതാണ് ഇവര്. പിന്നെ എല്ലാം വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കരച്ചിൽ വരും, ഇന്ന് കരയത്തില്ല. ഇപ്പൊ കുട്ടിയായി തിരക്കായി. 7 വർഷമായി. 7 വർഷം കംപ്ലീറ്റ് ആയി. അപ്പൊ 2 കുട്ടികളുമായി. ഹാപ്പിയാണ്. വലിയ ആഘോഷമൊന്നുമില്ല ഇത്തവണ. ഇനി അടുത്ത തവണയെങ്കിലും പിന്നെ ഒരുമിച്ച് ഉണ്ടാകണമെന്നുണ്ട്. ആവുമെന്നറിയില്ല. പിന്നെ അവര് വീട്ടിൽ നിന്ന് കേക്ക് മുറിക്കുന്നെല്ലാം പറയുന്നുണ്ട്. കേക്ക് മുറിച്ച് അവരെന്നെ തിന്നെല്ലാം തോന്നി. എനിക്ക് കൊണ്ടത്തിനൊന്നും അറിയില്ല. ഞാനിവിടെ പായസം വെച്ചിട്ടുണ്ട്. അവര് അവർക്ക് കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പായസം അവർക്ക് കൊടുക്കും. കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. കുറെയെല്ലാം റിപ്ലൈ കൊടുത്തിന്. അധികം കൊടുക്കാനുള്ള സമയം എനിക്ക് ഇപ്പോൾ ഇല്ലാതുകൊണ്ട് അധികം കൊടുത്തിട്ടില്ല. പറ്റുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിഷസ് അറിയിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ എല്ലാ വർഷവും പറയുന്ന പോലെ തന്നെ അടുത്ത വർഷം നമ്മൾ അടിപൊളിയാക്കും. പിന്നെ ഓക്കെ ബൈ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തന്നെ മുറിച്ചോ? അതന്നെ അടിപൊളി. അടയ്ക്കാം. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. അങ്ങനെ അമ്മി ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് അല്ലേ അമ്മി? അമ്മി ഹാപ്പി അല്ലേ? ഈശ്വര, ഞാനങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെ മുറിക്കണം അമ്മി. നീ തിന്നിട്ട് തീർക്കുമെങ്കിലും ഒക്കെ നമുക്ക് ആയിരിക്കും വേണ്ട. ഓക്കെ അല്ലേ? അച്ഛനകത്തുനിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇനി അച്ഛൻ എവിടെയെന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ അച്ഛൻ കുളിക്കലാന്ന്. പിന്നെ അച്ഛനെ ഡിസ്റ്റർബൻസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. മോനെ അൻവീത, എല്ലാവർക്കും വേണ്ടി അൻവീത കേക്ക് എടുത്ത് തിന്നുകയാണ്. അമ്മി ആപ്പനൊരു കഷ്ണം നോട്ടെ. ഇനി മാമ കൊടുത്താട്ടെ. ഇനി അമ്മമ്മ കൊടുത്താട്ടെ. അമ്മ ഇന്ന് തിന്നോട്. നമുക്ക് ഷുഗർ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾ കണ്ട് അമ്മ തിന്നാണ്ട് നിൽക്കുന്നതാണ് നിങ്ങൾ പേടിക്കുന്നില്ല. നമുക്ക് ഷുഗർ ഒന്നുമില്ല. ഇനി എങ്ങനെയാണെന്നറിയാം? പറഞ്ഞോ. എന്നാ തിന്നോ. ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞട്ടെ. തിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി സാധനം. ഇനി അൻവി കേക്ക് മുറിച്ച കോല ആരും കണ്ടില്ല എന്ന് വേണ്ട. ഞാൻ അർജൻ പറഞ്ഞത് ഓൻ സീരിയസ് ആയിട്ട് എടുത്ത് അല്ലേ അമ്മി? അതൊന്നും കുഴപ്പമില്ലപ്പോ. എന്റെ ദൈവമേ, ഒരു കഷ്ണം ചെറി പോലും തിന്നാൻ എന്നെ അനുവദിക്കാതെ അൻവി. തിന്ന് എന്നാ ചെറിയ ഒന്നല്ല 2 സക്കർ മീനിനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. മറ്റേതിന്റെ വലുതാവല്ലേ? ഇനി 2 എണ്ണം കാണിച്ചു കൊടുക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട്
അതെല്ലാം തിന്ന് വലുതാവൂലേ? അമ്മി വലുതാവുന്നില്ലേ? അമ്മി പണ്ടത്തെ പോലെ ഇപ്പോൾ ഉള്ള നമ്മളെ പഴയ സഫറോ മതിയായില്ല. നിങ്ങൾ രണ്ടുപേർക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. അച്ഛൻ ഇങ്ങോട്ടേക്ക് വരൂലേ? അച്ചാച്ചനകത്തുണ്ട്, അച്ചാച്ചനെ നമുക്ക് കൊടുക്കാം. അച്ഛനും കൊണ്ടു കൊടുക്കും. നോക്കട്ടെ. അച്ചാച്ചൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് സ്നേഹനിധിയായ കൊച്ചുമകൻ അകത്തേക്ക് പോയിട്ടുണ്ട്. അച്ഛൻ കുളിക്കാൻ വേണ്ടി തോർത്തലോട്ട് പോക്കല, അത് കാണിക്കാനായിട്ട്. അപ്പോൾ ഇരുടുവാകാനായി. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഈ വീഡിയോ എങ്ങനെയും എടുക്കണം, നാളത്തേക്ക് തന്നെ നമുക്ക് ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്ന് എടുത്തതാണ്. അപ്പോൾ അവർക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്തായാലും നമുക്ക് ഈ ഒരു ആഘോഷം നടത്താൻ കഴിഞ്ഞില്ല. വേണ്ടേ? അതും കൂടി അമ്മയ്ക്ക് തിന്നാലോ അല്ലേ? ഹാപ്പി ആയില്ലേ? എൻ്റെ മോനെ അതെയാ, അപ്രൂവ്ഡ്, ഇനിയൊന്നും പേടിക്കാനില്ല. ചാച്ചൻ തിന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ പിന്നെ അമ്മി അങ്ങോട്ട് തിന്നാല്. ഇനി ആപ്പന ഒരു കഷ്ണം എടുക്കട്ടെ. അപ്പോൾ ഒരു കഷ്ണം, ചെറിയ കഷ്ണം ഇപ്പം തരും, ഇവൻ തരൂ എന്നുള്ള പ്രതീക്ഷ തീർന്നു. ഇനി നമ്മളെന്നെ മുറിച്ചിട്ട് അങ്ങ് എടുക്കൽ തന്നെ, വേറെ രക്ഷയില്ല. അല്ല, ഓരോ കഷ്ണം കാണുമ്പോ അത് വലുതനക്ക്. ഇത് കുഞ്ഞാന്നേ, നമ്മൾ എടുത്തോട്ടെ. കുഞ്ഞു കഷ്ണം. അത് ഞാൻ എടുത്തു, അതെടുക്കട്ടെ. ഇത് ചെറുതല്ലേ? ഇതും ചെറുതല്ലേ? അപ്പൊ പിന്നെ ഇത് ഞാൻ എടുത്തോളാം. ഇത് ചെറുതാണ്. ചെറുതായതുകൊണ്ട് ഞാൻ എടുത്തോന്ന് പറയുന്നുണ്ട്. ഇവ ഇപ്പൊ ചെറിയ കഷ്ണം ഞാൻ എടുക്കട്ടെ. അതൊന്നും ഞാൻ എടുക്കൂല, തൊടൂല ഞാൻ. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് നമ്മളെ കേക്ക് മുറി ഇവിടെ കഴിഞ്ഞ്. അപ്പോൾ കേക്ക് മുറി ഇവിടെ കേക്ക് മുറിയേ കഴിഞ്ഞിട്ടുള്ളൂ, തിന്നൽ കഴിഞ്ഞിട്ടില്ല. തിന്നൽ ഇനിയും ഉണ്ട്. പേടിക്കണ്ട, ഇതെല്ലാം തിന്നു കഴിഞ്ഞിട്ടേ നമ്മൾ നിർത്തൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അത്രയ്ക്ക് ഒരു സംഭവമാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് വേറെ തരത്തിലൊന്നും ആക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഇവർ രണ്ടാൾക്കും ഒരു നല്ലൊരു വെഡിങ് ആനിവേഴ്സറി നേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ കേക്ക് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അപ്പുറം ഇപ്പുറം നിന്നിട്ട് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അല്ലല്ല, കേക്ക് മുറി അമ്മി ഇനി കേക്ക് മുറിച്ച് ഇനി അമ്മി മൊത്തം തിന്ന് കഴിഞ്ഞിട്ട് എണീക്കുന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അത്രയും സമയം ഇവിടെ വീഡിയോ എടുക്കുന്നില്ല. അമ്മ നീല പറഞ്ഞ തരൂലെന്ന് തരുവാ. എന്നാ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ പറഞ്ഞ.